എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ എല്ലാം വീട്ടിൽ ടി വി, മൊബൈൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൊബൈലും ടി വിയും ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്? അപ്പോൾ നമുക്ക് ടി വിയും മൊബൈലും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ സ്പ്രേ ബോട്ടിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ അവൈലബിൾ ആയിരിക്കും. അതും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളില്ലേ, അങ്ങനത്തെ കടകളിലും സ്പ്രേ ബോട്ടിൽസ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ഫണൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോളൊക്കെ ഈസിലി മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. നമ്മുടെ ഡോക്ടർ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റബ്ബിംഗ് ആൽക്കഹോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടർ എടുക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതും അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ എടുക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ പൈപ്പ് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ചില അണുക്കളും ക്ലോറിൻ്റെ അംശമൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം എടുത്തിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. ആ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ പാടുകൾ പോലെ സ്ക്രീനിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം എടുക്കുന്നത്. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് റബ്ബിംഗ് ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുക്കണം. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ ഇങ്ങനെ ഒരു കുപ്പിയിലാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുക. ഡോക്ടർ സ്പിരിറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. അപ്പോൾ ഒരു 100 ml 35 രൂപയൊക്കെ കൊടുത്താൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ തന്നെ കിട്ടുന്നതാണ് റബ്ബിംഗ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ റബ്ബിംഗ് ആൽക്കഹോൾ വളരെ നല്ലൊരു ഡിസിൻഫെക്റ്റൻറ്റ് കൂടിയാണ്. അണുക്കളൊക്കെ പോകാനും അണുക്കളെല്ലാം നശിച്ച് നല്ല ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ചീപ്പായിട്ട് കുറഞ്ഞ പൈസയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീനുകൾ ക്ലീൻ ചെയ്യാനായിട്ട്, ടി വി സ്ക്രീൻ അതുപോലെ തന്നെ മൊബൈലിലെ സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ബനിയൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, ബനിയൻ തുണികൾ, അങ്ങനത്തെ തുണികളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബനിയൻ്റെ തുണികൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ടി വി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ടി വി ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ടി വിയിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. ഒരുപാടൊന്ന് അമർത്തി തുടയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ടി വി സ്ക്രീനിൻ്റെ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ എപ്പോഴും ഒരു എസ് മോഷനിൽ വേണം തുടയ്ക്കാനായിട്ട്. എസ് ഷേപ്പിൽ നമ്മുടെ കൈകൾ തുണിയൊക്കെ ചലിപ്പിച്ചിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തുടയ്ക്കുമ്പോൾ ഇതിൽ അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയി ഇത് ക്ലീനായി വരും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ടി വി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോളിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരിക്കലും ഡയറക്റ്റ് നമ്മുടെ ടി വി സ്ക്രീനിലോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലേക്കോ അപ്ലൈ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തുണിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് തുടയ്ക്കാനായിട്ട്. അപ്പോൾ തുണിയിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് മോഷനിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ടി വി ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അഴുക്കുകളെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ലോഷൻ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ടി വി ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ ക്ലീൻ ചെയ്ത പോലെ തന്നെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ടച്ച് സ്ക്രീനൊക്കെ ആകുമ്പോൾ അതിലെപ്പോഴും നമ്മുടെ കൈയുടെയൊക്കെ പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പാടുകളൊക്കെ പോയി അതിൽ അഴുക്കുകളൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ തുണി വെച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ പൊടികളൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ അഴുക്കുകൾ പോവും. അതുപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ആ ഇയർപോഡിൻ്റെ ഭാഗത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി ഫോണൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ഫോണൊക്കെ പള വെട്ടി തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോണും ടി വിയും ഒക്കെ ക്ലീൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ റബ്ബിംഗ് ആൽക്കഹോളിലെ വെള്ളത്തിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്ററൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിൻ്ററൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് നമ്മുടെ ഈ സൊല്യൂഷൻ, ഹോം മെയ്ഡ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം പ്രിൻ്ററൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ പൊടികളൊക്കെ പോയി അഴുക്കുകളൊക്കെ പോയി പ്രിൻ്ററൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിൻ്റർ, ഇപ്പോൾ ഫോട്ടോ കോപ്പിയറൊക്കെ ഉള്ള പ്രിൻ്ററൊക്കെ ആണെങ്കിൽ അതിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഫോട്ടോ കോപ്പിയൊന്നും അത്ര ക്ലിയർ ആയിട്ട് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പ്രിൻ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഹോം മെയ്ഡ് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നമുക്ക് ട്രിമ്മറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, ഷേവിങ് സെറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഹോം മെയ്ഡ് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ട്രിമ്മറിലൊക്കെ എപ്പോഴും അണുക്കളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോളിൻ്റെ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ അണുക്കളൊക്കെ പോയി അതൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഹോം മെയ്ഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അല്ലാതെ അതിൻ്റെ സ്ക്രീനൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സൊല്യൂഷൻ എന്നല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന സൊല്യൂഷൻ ആണെങ്കിലും സ്ക്രീനൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കരുതെന്നാണ് കമ്പനിയൊക്കെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ TV, LED, LCD ഒക്കെ ആണെങ്കിൽ അതിൽ ഗ്ലാസ് ഉള്ള മോഡലാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിക്കാം. ഗ്ലാസ് ഇല്ലാത്ത സ്ക്രീനൊക്കെ ആണെങ്കിൽ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോൾ എപ്പോഴും കുട്ടികളുടെ കയ്യെത്തുന്ന സ്ഥലത്തൊന്നും വെക്കരുത്. കുറച്ച് ഉയരത്തിലൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതൊരിക്കലും തുറന്നൊന്നും വെക്കരുത്. എപ്പോഴും അടച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് വേണം വെക്കാനായിട്ട്. പിന്നെ തീയുള്ള ഭാഗത്ത് ഒക്കെ അടുപ്പിൻ്റെ അടുത്തൊന്നും ഇത് കൊണ്ട് വെക്കരുത്. തീ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ദൂരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് വെച്ച് ഉപയോഗിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.